ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛന് വേണ്ടി യുദ്ധം ചെയ്യാൻ ഞങ്ങൾ ഈ മക്കളെല്ലാം ഉണ്ട്. അതെ, ഇതിനുള്ള തിരിച്ചടി അവർക്ക് നമ്മൾ കൊടുത്തിരിക്കും. എന്താ ചെയ്ത്? എന്താ ഇത്? എന്തായി കാണിച്ച? എന്തിനാ മക്കളെ അച്ഛനിനി ജീവിച്ചിരിക്കുന്നത്? എല്ലാം നഷ്ടപ്പെടുത്തിയത് ഞാൻ മാത്രം ഇതിന് ഉത്തരവാദി. അച്ഛൻ മരിച്ച ഇതിനെല്ലാം പരിഹാരമാവോ? എന്തിനാ അച്ഛ ഞങ്ങളൊക്കെ ഇങ്ങനെ തോൽപ്പിക്കുന്നത്? പോയതൊക്കെ പോട്ടെ, ഞങ്ങളെ മുന്നിൽ നിന്ന് നയിക്കേണ്ടത് അച്ഛനല്ലേ? നഷ്ടപ്പെട്ട ഈ പണം സ്വത്ത് മാത്രമാണോ നമ്മുടെ കുടുംബത്തിന്റെ ശക്തി? അച്ഛനും മക്കളും മരുമക്കളും ചേർന്ന സ്നേഹമാ ഈ കുടുംബത്തിന്റെ ശക്തി. അതിനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല അച്ഛാ. തിരിച്ചു പിടിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അച്ഛന് നഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ പിന്നെ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? അച്ഛന് നഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾക്ക് ലോകത്ത് ഒരു സമ്പത്തും വേണ്ട. അച്ഛൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മാത്രം മതി. എല്ലാത്തിനും നേരിടാനുള്ള ശക്തി ഞങ്ങൾക്ക് കിട്ടും. നെല്ലിശ്ശേരിയിലെ സേതുമാധവൻ അങ്ങനെ എളുപ്പം ഏതെങ്കിലും ഒരാൾക്ക് തോൽപ്പിക്കാൻ പറ്റുന്ന ഒരാളാണോ? അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ഞാൻ അറിയാതെ അച്ഛൻ ഒരുപാട് കുറ്റപ്പെടുത്തി. അച്ഛൻ മനഃപൂർവ്വം ചെയ്തതല്ല ഇതൊന്നും ഞങ്ങൾക്കറിയാം. ആ സമയത്ത് ഞാൻ അറിയാതെ അങ്ങനെയൊക്കെ പറഞ്ഞു പോയി. എന്നോട് ക്ഷമിക്കച്ച. അച്ഛൻ ക്ഷമിച്ചില്ലെങ്കിൽ പിന്നെ ഞങ്ങളോട് ആരും ക്ഷമിക്കുന്നേ? ഇവരുടെയൊക്കെ സ്നേഹം കടലിൽ വെച്ച് അച്ഛൻ അങ്ങനെ ഭരിക്കാൻ പറ്റുമോ? അച്ഛാ, നമ്മൾ തോൽക്കണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. അവന്തിക്ക് നമ്മളെ ചതിച്ചു, പക്ഷെ ഇതെല്ലാം നമ്മൾ തിരിച്ചു പിടിക്കും. ഞാൻ അച്ഛന് വാക്ക് തരാ. അച്ഛനും അച്ഛന്റെ മക്കൾക്കും അവകാശപ്പെട്ട ഒരു തരി സ്വത്ത് പോലും ഒരാളും കൊണ്ടുപോകില്ല. എന്നെ അച്ഛന് വിശ്വാസമില്ലേ? നമ്മളെ ചതിച്ച് നേടിയതൊന്നും അനുഭവിക്കാൻ അവരെ ഞാൻ അനുവദിക്കില്ല. അച്ഛന് വേണ്ടി യുദ്ധം ചെയ്യാൻ ഞങ്ങൾ ഈ മക്കളെല്ലാം ഉണ്ട്. അതെ, ഇതിനുള്ള തിരിച്ചടി അവർക്ക് നമ്മൾ കൊടുത്തിരിക്കും. വിഷമിക്കാതിരിക്കും.
എടുത്ത് പിണ്ടത്തിൽ സമർപ്പിച്ചോളൂ. ഇനി എള്ളു തൊട്ട് നീര് തൊട്ട് പിണ്ടത്തിൽ സമർപ്പിച്ചോളൂ. പിതാവിന്റെ മനസ്സിൽ ധ്യാനിച്ച് ഒന്നുകൂടി എള്ളു തൊട്ട് നീര് തൊട്ട് പിണ്ടത്തിന്മേൽ സമർപ്പിച്ച് തൊഴുതു പ്രാർത്ഥിച്ചോളൂ. ഇനി എഴുന്നേൽക്കൂ. ഇനി പുഴയിലേക്ക് നടന്നോളൂ. ബാക്കി ഞാൻ പറഞ്ഞുതരാം. നീ നിന്റെ അച്ഛന്റെ ചിതാഭസ്മം എടുക്കാൻ പോവാണല്ലേ? അതെ, ഇത്രയും നാള് ഞാൻ കാത്തിരുന്ന ദിവസമാണിന്ന്. എന്റെ അച്ഛന്റെ ആത്മാവിന് മോക്ഷം കിട്ടുന്ന ദിവസം. നെല്ലിശ്ശേരിയിൽ നിന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ ആരെങ്കിലും വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. നീ വന്നത് നന്നായി. എന്റെ അച്ഛന്റെ ആത്മാവിന് അത് സന്തോഷാവും. ഞാൻ വന്നതേ വെറുതെ കാഴ്ച കാണാനില്ല, നിന്റെ അച്ഛന്റെ ആത്മാവിന് മോക്ഷം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാനുമല്ല. എന്തായാലും വന്നല്ലോ. ഇനി എന്റെ അച്ഛന്റെ ചിതാഭസ്മം ഈ പുഴയിൽ ഒഴുക്കുന്നത് ഇവിടെ നിന്ന് നീ ഒന്ന് കാണ്. മരിച്ചുപോയ നിന്റെ അച്ഛന്റെ പേരിലാണല്ലോ നെല്ലിശ്ശേരിയോടും ആ വീട്ടുകാരോടും പക മുഴുവൻ നീ തീർത്തത്. അതേടി, എന്റെ പ്രതികാരം ഞാൻ പൂർത്തിയാക്കി. ഈ മൺകുട ഈ പുഴയിൽ ഒഴുകുന്നതോടുകൂടി എന്റെ ശപഥവും പൂർത്തിയാവും. എങ്കിൽ നീ ഒരു കാര്യം ഓർത്തോ, 1000 വട്ടം ഈ മൺകുടം പുഴയിൽ ഒഴുക്കിയാലും നിന്റെ അച്ഛന്റെ ആത്മാവിന് മോക്ഷം കിട്ടാൻ പോകുന്നില്ല. ദേ, നീ എന്തായി പറയുന്നത്? നെല്ലിശ്ശേരിയിലെ സേതുമാധവനെ മക്കളെ ഒന്നുമില്ലാത്ത ഒരാളാക്കി മാറ്റാന്ന് നീ വെറുതെ വ്യാമോഹിക്കണ്ട. അത് നടക്കില്ല. ചതിയിലൂടെ നീ ഇപ്പൊ സ്വന്തമാക്കിയെന്ന് അവകാശപ്പെടുന്ന നെല്ലിശ്ശേരിയും അവിടുത്തെ സ്വത്തുക്കളും എല്ലാം ഞാൻ തിരിച്ചു പിടിക്കും.